എല്ലാവർക്കും ലില്ലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് പേര് ഒരുപാട് നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വെയിലില്ലാത്ത കാലം കൊണ്ടാണ് ഞാനത് കാണിക്കാനായിട്ട് ഇത്രയും ബ്ലാക്ക് ആയി പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളെയൊക്കെ ഒത്തിരി ഷ്രിങ്ക് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ സ്കിൻ വന്നിട്ട് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഓറഞ്ച് തൊലിൻ്റെ ഉള്ളിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ ഓറഞ്ച് വാങ്ങുമ്പോൾ ദയവ് ചെയ്ത് അതൊന്ന് പൊടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെക്കുക. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. നന്നായിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്മെല്ലൊന്നും പോവാതെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇത് വന്നിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ സ്കിന്നിന് അത്രയും സൂപ്പറായ കാരണം കൊണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ നമ്മൾ ബാത്ത് പൗഡറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കാരണം കൊണ്ട് നമ്മളത് എടുത്ത് വെച്ചുകൊണ്ട് ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ കിട്ടുന്നത് എടുത്ത് ഉണക്കി പൊടിച്ച് വെക്കാൻ പാകത്തിനാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഒന്ന് പോവാതെ പൊടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്കാണ് യൂസ്ഫുൾ ആവുക എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അവിടെ ഇങ്ങനെ ഡാർക്ക് കളറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് വന്നിട്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ വേണം. എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ, അതായത് അൺഈവൻ സ്കിൻ ആയിട്ടുള്ളവർക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടിരിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ സ്കിൻ ഏകദേശം അതുപോലെയാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ഒരു ടോണർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണം. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിൻ ക്ലിയർ ആയത് ഇൻഫിനിറ്റി ക്രീം യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ കുറേ കമൻസ് ഒക്കെ കണ്ടു, ആ ചേച്ചി അതാണ് യൂസ് ചെയ്യുന്നത് പറയാനിട്ടാണ് എന്നൊക്കെ. പക്ഷേ അത് എന്നിട്ട് വീഡിയോ ആണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനത് അന്ന് മാത്രം കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നീട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ക്രീം ഇതാ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതാണ് കാര്യം. എനിക്കിങ്ങനത്തെ ക്രീംസൊക്കെ ഫേസിൽ ഇടുമ്പോൾ എന്തോ പോലെയാണ്. അത് കാരണം കൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ വന്നിട്ട് അന്ന് നിങ്ങൾക്ക് കറക്റ്റ് റിവ്യൂ തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എങ്ങാനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യാണ്ട് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ട് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നിട്ട് വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള പൂശണ പോലെ ആക്കൊന്നുമില്ല. പക്ഷെ വന്നിട്ട് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീരേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഈ ഒരു ഓറഞ്ച് പീലിൻ്റെ പൗഡറാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തൊലി ഉണക്കിയതായാലും കുഴപ്പമില്ല. പക്ഷേ പച്ച വേണ്ട. കാരണം ചിലപ്പോൾ എങ്ങാനും പിമ്പിൾസൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. കാരണം കുറച്ചും കൂടെ വീര്യം കൂടുതലായിരിക്കും അതിന്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം ഉണക്കിയെടുത്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പൊടിയൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് അളവ് എടുക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഒന്ന് എന്താ പറയുക, ഇതിനായിട്ട് ഇങ്ങനെ അലിഞ്ഞ് കുതിർന്ന് ചേർന്ന് വെള്ളം ഇത്തിരി കുറഞ്ഞു പോവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂണിന് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ടുപോയി നല്ല വെയിലത്ത് വെക്കണം. നല്ല വെയിൽ കൊള്ളണം. ഒരു 48 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെയിൽ കൊള്ളണം. ആ വെയിലിൻ്റെ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു സത്ത് നന്നായിട്ട് എന്താ പറയുക ഇൻഫ്യൂസ് ആയിട്ട് കിട്ടണം. എന്നാലാണ് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വൈറ്റമിൻ സി ചൂടാക്കി കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് വൈറ്റമിൻ സി ആണ്. അത് കാരണമാണ് നമ്മൾ ജീര ടോണർ ഉണ്ടാക്കിയ മാതിരി തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കാത്തത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു എണ്ണമെഴുക്ക് പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതൊക്കെ നന്നായിട്ട് കുതിർന്ന് അതിനോട് ചേർന്നു. അപ്പോൾ ഞാൻ കുറച്ച് തരിയുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളത് അരിച്ചെടുക്കുമല്ലോ. അരിച്ചെടുക്കുമ്പോഴത്തേനും ആ തരിയുള്ളതൊക്കെ പോവും. മീൻസ് കൊറ്റനായിട്ട് നമുക്ക് അത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്ക്രബ് ചെയ്യാനോ മൈൽഡ് സ്ക്രബിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചുമ്മാ കളയേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് പിന്നെയും സത്തുണ്ടാവും. അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കളയാം. അപ്പം ഞാനിത് ഇത്രയും നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി കിട്ടിയത് ഇത്രയാണ്. പക്ഷേ ഇത്രയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം കുറച്ചും കൂടെ അതിനകത്ത് പൊടികളുണ്ടാവും. മീൻസ് നൈസ് പൊടി ഉണ്ടാവും. നൈസ് പൊടി ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കുമ്പോഴത്തേനും തടയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസമല്ല ഒരു 5-6 മണിക്കൂർ വെച്ചപ്പോഴത്തേനും കണ്ടോ ആ ഒരു കുഞ്ഞി പൊടികളൊക്കെ അടിഞ്ഞ് ശരിക്കും കറക്റ്റ് ഒരു ഓറഞ്ച് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുക.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു കോട്ടൺ ഇത് വെച്ചിട്ട് പഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ആദ്യം സ്പ്രേ ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിക്കാതെ ഇതുപോലെ തെളി ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് ആ ഒരു വെള്ളം മാതിരി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നൈസ് തരിയടക്കം അരിപ്പ വെച്ച് അരിക്കുമ്പോൾ ആ നൈസ് തരിയടക്കം നമുക്ക് ഊർന്ന് വരും. അപ്പോൾ അത് എന്താ പറയുക, ചെറിയ ചെറിയ പൊടികളായിട്ട് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, നൈസ് പൊടി ഉണ്ട് അതിനകത്ത്, അത് കാരണം ഞാൻ അത് എടുത്തിട്ടില്ല. അപ്പോൾ ഫൈനലി നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. ഞാൻ സാധാരണ കുഞ്ഞു കുഞ്ഞു ബാച്ചസ് ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കി വെക്കാറുള്ളത്. അപ്പോൾ എൻ്റെ മുന്നത്തെ അതിൻ്റെ ആ ഒരു കളറ് കണ്ടോ, ശരിക്കും നല്ലൊരു ക്ലിയർ ആയിട്ട് നല്ലൊരു കളറിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് എണ്ണ ആയിട്ടും ചെയ്യാം കേട്ടോ. എണ്ണ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ വെച്ചിട്ട് ഞാൻ താരം പോകാൻ വേണ്ടിയിട്ട് ഒരു പാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ താരം പോകാനായിട്ട് ഒത്തിരി നമ്മുടെ മുടിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ഞാൻ ഈ സെയിം ചെയ്ത മെത്തേഡ് വെള്ളത്തിന് പകരം നമുക്ക് എണ്ണ ഇട്ടിട്ടും ചെയ്യാം. അത് വന്നിട്ട് നമ്മുടെ മുടിക്കും ഒരുപാട് നല്ലതാണ്. വൈറ്റമിൻ സി നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെറുതെ കയ്യിൽ കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെയും പറയുകയാണ്, ഈ ഒരു ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും പോയി നിൽക്കരുത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെൻ്റെ പഴയതാണ്, കണ്ടോ, പഴയതാണിത്. എങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിക്കും ഇത് കലങ്ങിയ കാര്യം കൊണ്ടാണ്. ശരിക്കും നല്ല അടിപൊളി ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ അടിവശത്ത് ഇനിയും കുറച്ച് പൊടികളുണ്ടായി. ഞാൻ 2 പ്രാവശ്യം മരിച്ചതിന് ശേഷമാണ് ഇത് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അങ്ങനെയായി പോയി. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമന്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും ബൈ.